ഞങ്ങളുടെ ഗുരുനാഥൻ എന്ന് പറയുന്നത് സത്യത്തിൽ അന്ന് ഞങ്ങളുടെ മെയിൻ ഗുരുനാഥയായിട്ടുള്ള ദർശന അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ വിഷ്ണു അഗസ്ത്യ അത് ഏറ്റെടുത്തു, അതിനു വേണ്ടിയിട്ടുള്ള നേതൃത്വം ഒക്കെ നൽകിയെങ്കിലും അല്ലേ, അവർ പടം കണ്ടിട്ടുണ്ടായിരിക്കൂല്ലേ? എന്തായിരുന്നു അത്? അത് ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മ തട്ട് എത്തിയതുമില്ല എന്നുള്ളത് അവസ്ഥ. അപ്പൊ അതില് സജീവൻ ചേട്ടന് വളരെയധികം വിഷമമുണ്ട്. അതെ, അപ്പോ സാരല്ല സജീവൻ ചേട്ടാ, നമുക്കത് ഡിലീറ്റഡ് സീൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പീസ് എടുത്ത് അതെ നമുക്ക് ഇനിയും പോരല്ലേ, മതിയായില്ലല്ലേ? അത് അടുത്ത പാർട്ടിൽ കുറച്ചും കൂടി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സെക്കൻഡ് പാർട്ടില് ഓണത്തിനല്ലേ? വേട്ടമൃഗം രാപ്പാടി പ്രൊഡക്ഷൻസിന്റെ വേട്ടമൃഗത്തിൽ നമുക്കത് കാണാവുന്നതാണ്. എന്റെ മോനെ, അത് കറക്റ്റ് ശരിക്കുള്ള തോക്കാ. അത് ഒറിജിനൽ തോക്ക്, ഒറിജിനൽ ആയിട്ട് പൊട്ടിച്ചതാണ് ഞങ്ങള്. പൊട്ടിച്ച് ഒരു മയത്തിലൊക്കെ തള്ളാവും എന്നോട് കുട്ടേട്ടൻ പറഞ്ഞിരുന്നു. അതെ അതെ, ഒരു 5 കിലോ 6 കിലോ ഉണ്ട് ഓരോ തോക്കും. അതിൽ ചെറിയ തോക്ക് ഉപയോഗിച്ചത് ദർശനയാണെന്ന് മാത്രം അല്ലേ? ഞാൻ ചന്നം ഭിന്നം വെച്ചിട്ടില്ല. ഞാൻ 3 പേരെ വെച്ചു, 3 പേരെ ഞാൻ കൊന്നു. ഉറപ്പാണ്. ഞാൻ എന്റെ ഉണ്ടകൾ ഒന്നും പാഴായിട്ടില്ല. അപ്പൊ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയതുപോലെയുള്ള ഒരു വൈബായിരുന്നു. ഇവരെല്ലാവരും കണ്ടില്ല, എത്ര സീനിയേഴ്സ് ആണ്. പൊന്നമ്മ ചേച്ചി ആണെങ്കിലും കുട്ടേട്ടനാണെങ്കിലും ഓരോ ദിവസവും വൈകുന്നേരം ഈ കൺവിൻസിങ് സ്റ്റാർ വന്നിട്ട് ഞങ്ങളെ കൺവിൻസ് ചെയ്യും. പിന്നെ ദർശനയും അതുപോലെ തന്നെ വിഷ്ണു അഗസ്ത്യയും അദ്ദേഹം കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാന ദിവസം നിങ്ങൾ ഏത് പാതിരാത്രിയിലാണെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, അത് രാഷ്ട്രീയമായിക്കോട്ടെ, സിനിമയായിക്കോട്ടെ, പോലീസ് കേസ് ആയിക്കോട്ടെ, ഏത് പാതിരാത്രിയിലും എന്നെ വിളിക്കണം. ദർശന പാവം അത് കേട്ട് വിശ്വസിച്ചു. വിളിക്കും ചേട്ടാ, എന്റെ പട്ടിയെടുക്കും പോണത്. അത്രയും ഞങ്ങളെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ദിവസങ്ങളിലും. പിന്നെ വാണി ചേച്ചി ആയിക്കോട്ടെ, ഉണ്ണിമാങ്കോ ആയിരുന്നു ഞങ്ങളുടെ സ്പൈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം കഥയൊന്നും ഞങ്ങൾക്ക് അത്ര ഇതറിയില്ല. അപ്പൊ പെട്ടെന്ന് അവിടെയൊക്കെ പോയി ഇന്നിങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കും എന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മാംഗോ ആണ്. പിന്നെ സൂരജിനെ പറ്റി ഞാൻ ആവശ്യത്തിൽ നമ്മളുടെ സ്റ്റാർ വിനീതേട്ടൻ, അദ്ദേഹത്തിന്റെ ഭക്ഷണം നിങ്ങൾ എല്ലാവരും കണ്ടു പഠിക്കേണ്ട ഒന്നാണ്. പച്ചക്കറികൾ മാത്രം, പലതരത്തിലാണ് അദ്ദേഹം ഫുഡ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു നിത്യ യൗവനം ഷാജഹാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നത്. പിന്നെ പരിമളിനെയും എനിക്ക് അധികം കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ തെലുങ്ക് ഡയറക്ടർ ഒന്ന് എണീറ്റ് നിൽക്കുമോ? സോറി, കന്നഡ ഡയറക്ടർ നടേഷ് ഹെഗ്ഡെ, അദ്ദേഹം ഒരു വില്ലനായിരുന്നു. അദ്ദേഹത്തിന് പക്ഷെ ടുട്ടുമോൻ വെടിവെച്ച് കൊന്നു. അവർക്ക് വേണ്ടി നീ സംസാരിച്ചു കളയല്ലോ. അവർ സംസാരിച്ചോളൂ, പക്ഷെ അവരെ നമ്മൾ പരിചയമാണ്. അവരൊന്നും സംസാരിക്കുന്നില്ല. നീ നിർത്തിയാലേ സംസാരിക്കാൻ പറ്റുള്ളൂ. മൈക്ക് കൊടുത്തു, മൈക്ക്.